അപ്പോൾ ഇതിൻ്റെ നമുക്ക് റിവർ ഇന്ത്യയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സെയിൽസ് സ്റ്റാഫിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ. നമുക്ക് 14 ഇഞ്ചിന്റെ വീൽ സൈസ് ആണ് വരുന്നത്. 14 ഇഞ്ചിന്റെ വീൽ സൈസ്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഡിസ്ക് ആണ്. പിന്നെ നമുക്ക് ഫുൾ ചാർജിൽ നമുക്ക് 120 കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് വരുന്നുണ്ട്. റിയൽ ലൈഫ് ആണെങ്കിൽ റിയൽ ലൈഫ് ആണ് നമുക്ക് 120. നമുക്ക് IDC റേഞ്ച് വരുന്നത് 163 ആണ്. 163. ഫുൾ ചാർജ് ആവാനായിട്ട് എത്ര ടൈം, എത്ര മണിക്കൂർ? നമുക്ക് 0 to 100 ആവാനായിട്ട് 5.5 മണിക്കൂറാണ് ചാർജിങ് ടൈം വരുന്നത്. 5.5 മണിക്കൂർ അല്ലേ? നമുക്ക് ഇങ്ങനെയാണ് ഡിസ്പ്ലേ വരുന്നത്. ഇതിൽ നമുക്ക് 3 മോഡാണ് വരുന്നത്. എക്കോ മോഡ്, റൈഡ് മോഡ്, റഷ് മോഡ്. ഇതിൽ നമുക്ക് എക്കോ മോഡിലാണെങ്കിൽ 45-50 കിലോമീറ്റർ സ്പീഡ് ആയിരിക്കുള്ളൂ നമുക്ക് കിട്ടുന്നത്. റൈഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 70 കിലോമീറ്റർ സ്പീഡാണ് വരുന്നത്. 70 കിലോമീറ്റർ. അതിൽ നമുക്ക് 90 ആയിരിക്കും റേഞ്ച് കിട്ടുന്നത്. റഷ് മോഡ് ആണെങ്കിൽ നമുക്ക് ടോപ്പ് സ്പീഡ് ആണ്, 90 കിലോമീറ്റർ സ്പീഡ് ആയിരിക്കും കിട്ടുന്നത്. 70 കിലോമീറ്റർ ആയിരിക്കും നമുക്ക് റേഞ്ച് വരുന്നത് അല്ലേ? ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണത് ഒരു കൺട്രോൾ എവിടെയാണ്? ഇതാണ് നമ്മുടെ മോഡ് മാറ്റുന്നത്. സ്വിച്ചുകൾ ഇതാണല്ലേ? ഇതാണ് നമ്മുടെ മോഡ് മാറ്റുന്നത്. ഇത് മോഡ് മാറ്റുന്നത് ഈ ലെഫ്റ്റിൽക്കും ഇങ്ങനെയാണല്ലേ? ലെഫ്റ്റിൽക്കും റൈറ്റിൽക്കും ഇങ്ങനെ ടിൽറ്റ് ചെയ്യണല്ലേ? ഒറ്റ ഇതാണ്. ഓക്കെ. പിന്നെ നമുക്ക് റിവേഴ്സ് മോഡാണിത്. ഇത് നമുക്ക് ജസ്റ്റ് മോട്ടർ ഓൺ ആക്കിയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് മോട്ടർ ഓൺ ചെയ്യണം. ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിവേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ 3 സെക്കൻഡ്സ് പി ബട്ടൺ അമർത്തി പിടിക്കാം. ഓക്കെ, റിവേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ മീറ്ററിൽ കാണിക്കുന്നുണ്ട്, ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ റിവേഴ്സ് എടുത്ത് കാണിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഈ ബട്ടണുമ്മ പിടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഫ്രണ്ടിലേക്കായി. ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്യാം നമുക്ക്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഹെൽമെറ്റ്. അങ്ങനെയാണ് കാര്യങ്ങൾ. സ്റ്റോറേജ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട് 12 ലിറ്റർ. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബുഷ് ഉണ്ട്. അതുമ ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ചാർജിങ് പോർട്ട് ഓപ്പൺ ആയിട്ട് വരും. ചാർജിങ് പോർട്ട് ഇതാണ് ആ ബുഷ്. അതായത് ചാർജിങ് സ്ലോട്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന്റെ അകത്ത് ഇതുപോലെ ഒരു ലിവർ ഉണ്ട്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് സ്ലോട്ട് വരണേ അല്ലെ? ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് 16 ആംപിയറിന്റെ പ്ലഗ് ആണ്. 16 ആംപിയറിന്റെ പ്ലഗ് ആണ്. ഇത് നമുക്ക് നോർമൽ പ്ലഗിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ, അതോ ഇതിന് നമുക്ക് എക്സ്ട്രാ ഒരു സ്വിച്ച് 16 ആംപിയറിന്റെ വേറെ ചെയ്യേണ്ടി വരും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കിയാലോ? സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 43 ലിറ്ററിന്റെ സ്റ്റോറേജ് ആണ് വരുന്നത്. 43 ലിറ്ററിന്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ ഒരു ലൈറ്റും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. ഇത് കണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. ഇത് അത്യാവശ്യം ഈ സെയിൽസ് പർപ്പസ് അങ്ങനെയുള്ള പർപ്പസിലുള്ളവർക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടും ഈ ഒരു വണ്ടി, ഈ ഒരു വാഹനം. പിന്നെ നമുക്ക് ഗാർഡുകളൊക്കെ ഇൻബിൽഡ് ആണ് വരുന്നത്. ഫുഡ് പഗ് വരുന്നുണ്ട്. നമുക്ക് ഇത്തിരി വൈഡ് ആയിട്ട് ഇരിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു ഫുഡ് പഗ് വരുന്നുണ്ടല്ലേ? അതായത് നമുക്ക് ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞാല് ഹൈറ്റ് കൂടിയ ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെ വെക്കാം അല്ലെ? കാലിങ്ങനെ വെക്കാം നല്ല രീതിക്ക്. ഓക്കെ. പിന്നെ ഇതിന്റെ ഇങ്ങനെ ഒരു സേഫ്റ്റി ഗാർഡ് വരുന്നുണ്ട്. ഈ വിൻവൈസർ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിൽ വരുന്നതാണല്ലേ? ആക്സസറീസിൽ വരുന്നതാണ്. ആക്സസറീസ് വരുമ്പോ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്കിപ്പോ വൈസർ ആക്സസറീസിൽ വരുന്നുണ്ട്. മാറ്റ് പിന്നെ നമുക്ക് സീറ്റ് കവർ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ബാക്ക് റെസ്റ്റ്, ടോപ്പ് സ്റ്റേ, ഗ്രാബ് റെയിൽ. ഇതിലേതാന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ലേഡീസിന്റെ സൈഡ് സ്റ്റെപ്പ് വരുന്നുണ്ടല്ലേ? പിന്നെ അതുപോലെ ലേഡീസ് ഹാൻഡിൽ വരുന്നുണ്ട് ഇവിടെ? അതില്ല, അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. ഗ്രാബ് റെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പിടിച്ചിരിക്കാനായിട്ടുള്ള ഒരു ഇത് വരുന്നു. അതല്ലേ? അപ്പോൾ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വണ്ടി ഒരു രക്ഷയില്ല. ഞാൻ ഈ ഒരു കോമ്പൗണ്ടിൽ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് നല്ല ഒരു വലിയ ഒരു വണ്ടി ഓടിക്കണ ഫീൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരു ബൈക്ക് ഓടിക്കണ ഫീൽ തന്നെ കിട്ടി. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ചെയ്യുക.